ചില വീട്ടുകാര്യങ്ങൾ. നിനക്ക് ഇവിടെ ചുമ്മാ ഇരുന്നിട്ട് റിമോട്ട് എടുത്ത് എടുക്കാൻ വയ്യല്ലേ? ഞാൻ ഇനി അവിടെ നിന്ന് ഇറങ്ങി വരണം. ഓ, നീ അവിടെ എന്ത് മലവർഗയായിരുന്നു? ഞാൻ അവിടെ തേങ്ങ ഇടയായിരുന്നു. നീ രാവിലെ തൊട്ട് ചുമ്മാ ഇവിടെ ഇരിക്കുമ്പോ നിനക്ക് അങ്ങനെ പലതും തോന്നും. ഓ, ഇത്ര നേരം ഞാൻ അവിടെ ചുമ്മാ ഇരിക്കായിരുന്നു. അവിടെ വർക്ക് ചെയ്തിട്ട് പിന്നെ ആരാടി പിന്നെ അവിടെ? ഓ, ആ കമ്പ്യൂട്ടറിൽ ഇരുന്ന് കുത്തണത് എന്നെ നിന്റെ ഓടി. ഓ, നിനക്ക് പുച്ഛം. നിനക്ക് കമ്പ്യൂട്ടറിന് മുന്നിൽ ഇരുന്ന് ജോലി ചെയ്യുന്നത് പുച്ഛം. ഓ, എന്റെ ചക്കര വാ, അവിടെ വന്നിരി. എന്റെ പൊന്നുമോള് വാ, അവിടെ വന്നിരി. പുച്ഛിക്കാ ഒന്നുമില്ലേ? പിള്ളേര് ഇപ്പൊ ദാന്ന് പറയുമ്പോഴേ വളരുമ്പോ അതിനെ കല്യാണം കഴിപ്പിച്ച് വിടണ്ടേ? അപ്പോഴൊന്നും നമ്മളെ കയ്യിലില്ല. അത് മാത്രമേ ഉള്ളൂ എന്റെ പ്രശ്നം. ഞാൻ വിൽക്കാൻ പറ്റാത്ത സ്വത്തേ എന്റെ മോക്ക് സ്ത്രീധനമായിട്ട് കൊടുക്കുള്ളൂ. ഓഹോ, അങ്ങനെയൊക്കെ ഉണ്ടാ? എന്നാ പിന്നെ ആ ഐഡിയ ഒന്ന് കേക്കട്ടെ, എന്താണത്? അങ്ങനെയൊക്കെ കാര്യങ്ങളുണ്ട്. സ്ത്രീക്ക് ധനം എന്ന് പറഞ്ഞാൽ പൊന്നും പണവും മാത്രമല്ല. ഒന്ന് വിദ്യാഭ്യാസം, രണ്ട് ആരോഗ്യം, മൂന്നാമത്തത് കാര്യക്ഷമത. അതിനിപ്പോ കയ്യിലിപ്പോ ഒരു കീരവിത്തും ഇല്ലാത്തോണ്ടല്ലേ ഈ ഐഡിയ ഒക്കെ പറയണത്. എന്ന് കരുതി കാശിന് ഒരു വിലയില്ലെന്ന് ഞാൻ പറയില്ല. കാശിന് വിലയുണ്ട്. പക്ഷെ കാശിന് വേണ്ടി ജീവിക്കുന്നതേ ഞാൻ പറയുന്നുള്ളൂ. അത് ശരിയല്ല എന്ന്. കാശ് വേണം, കാശില്ലാതെ ജീവിക്കാൻ പറ്റില്ല. കാശിന് കാശ് തന്നെ വേണം, അതെല്ലാം അറിയാം. നമ്മുടെ ലോകത്ത് തന്നെ സൗത്ത് ഇന്ത്യയിൽ മാത്രമേ ഉള്ളൂ ഈ പറയുന്ന സ്ത്രീധനം. നോർത്ത് ഇന്ത്യൻസിലേക്ക് അടുത്ത് പോയി കഴിഞ്ഞാൽ അവിടെ സ്ത്രീധനമില്ല. പുരുഷനെ ഒരു സ്ത്രീയെ സംരക്ഷിക്കാൻ കഴിവുണ്ടെങ്കിൽ അവനെ ഒരു പെണ്ണിനെ കെട്ടിച്ചു കൊടുക്കുകയാണ് അവിടുത്തെ രീതി. അപ്പൊ നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാര്യമുണ്ട്. എന്തെന്ന് വെച്ചാല് നമ്മുടെ മക്കൾക്ക് കൊടുക്കേണ്ട സ്ത്രീധനം എന്ന് പറയുന്നത് അവർക്ക് കൊടുക്കേണ്ട കാശോ പൊന്നോ ഒന്നുമല്ല. അവർക്ക് നല്ല വിദ്യാഭ്യാസം, നല്ല ആരോഗ്യം, നല്ല കാര്യക്ഷമതയോടെ വളർത്തുക. ഇതിൽ നമുക്ക് കിട്ടുന്ന ഒരു വിദ്യാഭ്യാസത്തിലൂടെ അവർക്ക് നല്ലൊരു ജോലി അല്ലെങ്കിൽ വരുമാന മാർഗം ഉണ്ടാവും. ആരോഗ്യത്തിലൂടെ അവർക്ക് നല്ലൊരു മരണം വരെ സന്തോഷമായിട്ട് ഇരിക്കാൻ സാധിക്കും. കാര്യക്ഷമത ഉണ്ടാവുന്നതിലൂടെ അവർക്ക് വിവേകത്തോടെ എല്ലാ കാര്യങ്ങളും പ്രതിസന്ധികളെല്ലാം തരണം ചെയ്യാനുള്ള കഴിവ് അവർക്കുണ്ടാവും. ഒരു പക്ഷേ ഭാവിയിൽ നമ്മളില്ലാത്തൊരു സാഹചര്യം ഉണ്ടായാലും അവർക്ക് ബുദ്ധിമുട്ടില്ലാതെ ജീവിക്കാനുള്ള ഒരു സൗകര്യം ഉണ്ടാവും. ഇപ്പം എല്ലാവരും പറയുന്നു സ്ത്രീ തന്നെയാണ് ധനം എന്ന് പറയുമ്പോൾ നമ്മൾ ചിന്തിക്കേണ്ട കാര്യം ആ സ്ത്രീക്കുള്ള ക്വാളിറ്റിയാണ്. ആ ക്വാളിറ്റി എന്ന് പറയുന്നത് ഈ പറഞ്ഞതുപോലെ അവരുടെ വിദ്യാഭ്യാസം, ആരോഗ്യം, കാര്യക്ഷമത, ഇത് തന്നെയായിരിക്കണം സ്ത്രീധനം ഒരിക്കലും പൊന്നും പണവും ഒന്നുമല്ല. സ്ത്രീധനം എന്നും അവരുടെ ക്വാളിറ്റി തന്നെയാണ്. അപ്പൊ ഈ ഒരു ശുഭ സന്ദേശത്തോടെ നിർത്തുന്നു. നമസ്കാരം.